നമസ്കാരം. ഇന്ന് നമുക്ക് താജ്മഹലിലേക്ക് പോയാലോ? അതെ, കേരളത്തിന്റെ സ്വന്തം താജ്മഹലായ കരുനാഗപ്പള്ളി ഷെയ്ഖ് മസ്ജിദിലേക്ക്. കരുനാഗപ്പള്ളി പുതിയകാവിന് തെക്ക് നാഷണൽ ഹൈവേയുടെ ഓരത്തായാണ് ഈ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. പ്രശസ്ത ആർക്കിടെക്ട് ഗോവിന്ദൻ ഗോപാലകൃഷ്ണനാണ് ഈ മനോഹര നിർമ്മിതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ചരിത്രപരമായി നിറയെ പ്രാധാന്യമുള്ള ഈ മസ്ജിദിന്റെ പരിസരം പോലും ആത്മീയത നിറഞ്ഞു നിൽക്കുകയാണ്. 11 മഹാന്മാരായ ഷെയ്ഖുമാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറുകൾ ഈ മസ്ജിദിൽ നമുക്ക് കാണാം. പച്ച പട്ടുകൾ കൊണ്ട് പുതപ്പിച്ചിരിക്കുന്നു ആ ഖബറുകൾ. ഇവിടെ ഖുറാൻ വചനങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ശബ്ദം സദാ മുഴങ്ങുകയാണ്. ഇളം കാറ്റിൽ വീശിയടിക്കുന്ന കത്തിച്ച ചന്ദനത്തിരിയുടെ സുഗന്ധമാണ് ഇവിടേക്ക് എത്തുന്നവരെ ആദ്യം വരവേൽക്കുന്നത്. ഈ ഖബറുകൾ സന്ദർശനത്തിനായും പ്രാർത്ഥനകൾക്കും ദിനം പ്രതി ധാരാളം വിശ്വാസികളാണ് എത്തുന്നത്. തങ്ങളുടെ നേർച്ച വസ്തുക്കൾ ഇവിടെ സമർപ്പിച്ചും അല്ലാതെയും വിശ്വാസികൾ ഇവിടെ പ്രാർത്ഥന നടത്തുന്നു. മസ്ജിദിന്റെ വടക്ക് ഭാഗത്തായാണ് ഈ ഖബറുകൾ. മസ്ജിദിന്റെ ബാക്കി ഭാഗം നമസ്കാരത്തിനായും ആയിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ സമർപ്പിക്കുന്ന നേർച്ചാ സാധനങ്ങൾ മസ്ജിദിന്റെ പരിസര കടകളിൽ നിന്നും വാങ്ങുവാൻ കിട്ടും. കൂടാതെ വിശ്വാസികൾ പ്രത്യേകമായി നേർച്ച ചെയ്യുന്ന ആട്, കോഴി, പഴവർഗ്ഗങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവയും സമർപ്പിക്കുന്നു. ഉറച്ച വിശ്വാസത്തിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസികൾ പറയുന്നത്. അപ്പോൾ അതിമനോഹരവും ആത്മീയ അനുഭൂതി നിറഞ്ഞതുമായ കരുനാഗപ്പള്ളി ഷെയ്ഖ് മസ്ജിദിൽ നിന്നും തൽക്കാലം വിടാം. നന്ദി, നമസ്കാരം.